Hello my dear kids, welcome back to the new video. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ 2 ഫ്രൈഡേ വിക്ടേഴ്സിന്റെ 4ാം തരം ഇംഗ്ലീഷ് ക്ലാസ്സിൽ നൽകിയിട്ടുള്ള വർക്ക്ഷീറ്റുകളും അതിന്റെ ആൻസറുകളുമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കടക്കാം. പക്ഷേ അതിനു മുൻപ് തുടർന്നുള്ള വീഡിയോകളും ഇതുപോലെ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അല്ലേ? This was the activity given to you, and in this activity you have to describe one of your hobbies. നിങ്ങളെ ഹോബിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ഹോബി? നമുക്കൊക്കെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ടാവും. ചിലർക്ക് വായിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും, ചിലർക്ക് റൈറ്റിംഗ് ആയിരിക്കും ഇഷ്ടം, മറ്റു ചിലർക്ക് ലിസണിങ് മ്യൂസിക് ആയിരിക്കാം, വേറെ ചിലർക്കോ those others are like collecting stamps. അപ്പം ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ചില ഹോബീസ് ഉണ്ടാവും. നിങ്ങൾ കൂട്ടുകാർക്ക് ഉണ്ടാവില്ലേ ചില ഹോബീസ് ഒക്കെ? അപ്പം അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഹോബിയെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത്. So when you come across such question, before writing the answer, it is better you have to make a concept map. അപ്പോൾ ഇവിടെ നമുക്കൊരു കോൺസെപ്റ്റ് മാപ്പ് ആണ് തന്നത്. എന്നാ ഈ കോൺസെപ്റ്റ് മാപ്പ്? കോൺസെപ്റ്റ് മാപ്പ് എന്ന് വെച്ചാൽ visualizing it is a visual presentation of information എന്നാണ് പറയാ. എന്ന് വെച്ചാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വല്ല ഇൻഫോർമേഷനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് എന്താണോ അതിൻ്റെ എസെൻസ്, അത് മാത്രം എടുത്ത് ചില ഗ്രാഫ്സ് ആയിട്ടും ഫ്ലോ ചാർട്ടായിട്ടും പിക്ചേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയാം. അപ്പം അത്തരം വലിയ ഇൻഫോർമേഷൻസ് ഒക്കെ കോൺസെപ്റ്റ് മാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറുതാക്കാനും പറ്റും. അതുപോലെ തന്നെ കോൺസെപ്റ്റ് മാപ്പിൽ തന്നിരിക്കുന്ന ചില ഹിൻഡുകൾ യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് മറ്റ് വലിയ ഡാറ്റകൾ ഉണ്ടാക്കാൻ പറ്റും. സോ അതുപോലെ ഇവിടെ നമുക്ക് മൈ ഹോബി എന്നതിനെ കുറച്ച് കോൺസെപ്റ്റ് മാപ്പായിട്ട് ഒരു 4 കോളങ്ങളിൽ അതിൽ മൈ ഹോബി ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതുമ്പോൾ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു 4 കോളം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 കോളത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. സോ ഇത്തരം കോൺസെപ്റ്റ് മാപ്പുകൾ നമ്മൾ എഴുതുന്ന ഡിസ്ക്രിപ്ഷനെ ഏറ്റവും നന്നായിട്ട് മനോഹരമാക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ തന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? മൈ ഹോബിയാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ മൈ ഹോബി സെൻട്രൽ കൊടുത്തതിന് ശേഷം 4 കോളങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒരു കോളത്തിൽ വാട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് ചോദ്യം? വാട്ട് ഈസ് യുവർ ഹോബി എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഇവിടെ എഴുതുന്നത് റീഡിങ് ഒരു ഹോബി ആയിട്ട് എഴുതുകയാണ്. സോ ഞാനിവിടെ എന്ത് എഴുതുന്നു? റീഡിങ് ആസ് മൈ ഹോബി എന്ന് നമുക്ക് സെന്റൻസ് ഡെവലപ്പ് ചെയ്ത് എഴുതാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സിൻസ് വെൻ, എപ്പോഴാണ് നിങ്ങളുടെ ഈ ഹോബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? അപ്പം ടീച്ചർ റീഡിങ് ഒരു 2nd സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാനിവിടെ എഴുതും 2nd സ്റ്റാൻഡേർഡ് എന്ന് എഴുതുകയാണ് അല്ലേ? ആയി. അപ്പോൾ അതുമായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഹെൽപ്സ് യു, ആരാണ് നിങ്ങളെ ഈ ഒരു ഹോബി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്? സോ യു ക്യാൻ റൈറ്റ് യുവർ ഫ്രണ്ട്സ്, പാരൻസ്, മദേഴ്സ് ആൻഡ് പാരൻസ്, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ടീച്ചറും ഇവിടെ എന്താ എഴുതുന്നത്? മൈ പാരൻസ് ഹെൽപ്സ് മീ. നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. മൈ പാരൻസ് ഹെൽപ്പ് മീ ടു ഡെവലപ്പ് മൈ റീഡിങ് സ്കിൽസ്. അപ്പം അതായി. ഇനി ലാസ്റ്റത് എന്താണ്? വിച്ച് ടൈം ഈസ്, ഏത് സമയത്താണ് നിങ്ങൾ ഈ ഹോബി ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ഹോബി അനുസരിച്ചാണ് നിങ്ങൾ അതിൻ്റെ ടൈം എഴുതേണ്ടത്. അപ്പോൾ ടീച്ചർ റീഡിങ് ആയതുകൊണ്ട് ഞാനെല്ലാം കുഞ്ഞുനാളിൽ റീഡിങ് ബെഡ് ടൈമിൽ കേൾക്കാനായിരുന്നു എനിക്ക് വലിയ ഇഷ്ടം. സോ ഞാൻ എന്താണ് എഴുതുന്നത്? ബിഫോർ ഗോയിങ് ടു ബെഡ് എന്നാണ് ഞാൻ എഴുതുന്നത്. അതായത് ഞാൻ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിരുന്നു കഥകളെല്ലാം കേട്ടിരുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഹോബി. ഹോബി അനുസരിച്ചിട്ടുള്ള ഉൾപ്പെടുത്തേണ്ട ഹോബിയിലെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തേണ്ട കോൺസെപ്റ്റ് മാപ്പിൽ പെടേണ്ട കാര്യങ്ങൾ. അപ്പം ഇതനുസരിച്ച് ടീച്ചറോട് ഡിസ്ക്രിപ്ഷൻ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി കുട്ടികളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. ലെറ്റ് മീ റീഡ്. മൈ ഹോബി. മൈ ഹോബി ഈസ് റീഡിങ് ബുക്സ്. എൻ്റെ ഹോബി എന്താണ്? റീഡിങ് ബുക്സ്. It gives me a lot of knowledge. ബുക്ക് വായിക്കുന്നത് നമുക്ക് നോളജ് തരാറില്ലേ? I started reading books when I was in grade 2. അപ്പോൾ എപ്പോഴാണ് വായിക്കാൻ തുടങ്ങിയത്? grade 2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ബുക്ക് വായിക്കാൻ തുടങ്ങിയത്. I purchased books, many story books with my own pocket money. അപ്പം ഞാൻ ഒരുപാട് ബുക്ക് വാങ്ങിച്ചത് എൻ്റെ തന്നെ പോക്കറ്റ് മണി ഉപയോഗിച്ചാണ്. My parents also gifted me books. അപ്പം എൻ്റെ പാരൻസും എനിക്ക് ബുക്കുകൾ സമ്മാനമായി തന്നിട്ടുണ്ടായിരുന്നു.
My mother helped me to read books. അപ്പോൾ കുഞ്ഞുനാളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയാണ് എന്നെ കഥകൾ വായിക്കാൻ ശീലിപ്പിച്ചത്, ഹെൽപ്പ് ചെയ്തത്. I read books every night before I sleep. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ബുക്കുകൾ വായിക്കുമായിരുന്നു. ഇങ്ങനെയാണ് ടീച്ചർ മൈ ഹോബിയെ കുറിച്ച് എഴുതിയത്. അതുപോലെ കൂട്ടുകാരും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഹോബിയെ കുറിച്ച് വളരെ കുഞ്ഞു വാക്കുകളിൽ ഒന്ന് എഴുതി നോക്കിയേ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഒരു പിക്ചർ ഡിക്ഷണറി മേക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് രണ്ടാമതായിട്ട് തന്നിട്ടുള്ള വർക്ക്. എങ്ങനെയാണ് ഒരു പിക്ചർ ഡിക്ഷണറി മേക്ക് ചെയ്യുക? മുൻപൊക്കെ നമ്മൾ ഓരോ യൂണിറ്റ് പഠിക്കുന്ന സമയത്തും കുറേ പുതിയ വാക്കുകളൊക്കെ പരിചയപ്പെടും. ഈ വാക്കുകളും അതിൻ്റെ മീനിങ്ങുകളൊക്കെ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുമെങ്കിൽ പോലും കുറേ കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും അല്ലേ? അങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊരു പിക്ചർ ഡിക്ഷണറി ആയിട്ട് മാറ്റുന്നത്. എങ്ങനെയാണ് ഒരു പിക്ചർ ഡിക്ഷണറി ആയിട്ട് മാറ്റുക? നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ഒരു പിക്ചർ ഡിക്ഷണറി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കൂട്ടുകാർ വരയിടാത്തതോ അല്ലെങ്കിൽ പഴയ ആൽബത്തിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് പേജിൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെയിൻറ്റിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും വരയ്ക്കാം. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് പിക്ചർ ഡിക്ഷണറി എന്ന് ബോൾഡ് ലെറ്ററിൽ എഴുതാം. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് പേജിൽ നമ്മൾ ഏതാണോ ചാപ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഏതാ? ദ സീഡ് ഓഫ് ട്രൂത്ത് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ സെക്കൻഡ് പേജിൽ നല്ല ഭംഗിയായിട്ട് ദ സീഡ് ഓഫ് ട്രൂത്ത് എന്ന് എഴുതിയിട്ട് അതിൽ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പിക്ചറൊക്കെ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിറ്റിലെയോ അല്ലെങ്കിൽ പാർട്ടിലെയോ എത്ര വാക്കുകളാണോ അത്രയും വാക്കുകൾ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ സീഡ് ഓഫ് ട്രൂത്തിൽ തന്നെ ദ വെറി മുതലുള്ള ആദ്യത്തെ കുറച്ച് പാർട്ടിലുള്ള വാക്കുകളാണ് ടീച്ചർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ വേർഡുകൾ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലേക്ക് മാറ്റി എഴുതുക. എങ്ങനെ ആൽഫബറ്റിക് ഓർഡറിലേക്ക് എഴുതുക? അതെ, എ മുതൽ ABCD എന്നുള്ള ക്രമത്തിൽ എഴുതുന്നതിനാണ് ആൽഫബറ്റിക് ഓർഡർ എന്ന് പറയുക. അപ്പം ഇവിടെ ടീച്ചർ സെലക്ട് ചെയ്ത 11 വാക്കുകൾ ആൽഫബറ്റിക് ഓർഡറിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മൾ ഈ വാക്കുകളൊക്കെ ആൽഫബറ്റിക് ഓർഡറിൽ സിമ്പിളായിട്ട് എഴുതി വെക്കുക. എന്തൊക്കെ ഇവിടെ ടീച്ചർ ആദ്യമായിട്ട് എഴുതിയത്? അനൗൺസ്മെന്റ്, ആൻഷ്യസ്, ബൊക്കറ്റ്, കെയർ, ചിൽഡ്രൻ, ക്രോപ്സ്, ക്രൗഡ്, ഡിസ്ട്രിബ്യൂട്ട്, ഈഗർ, എർത്ത്, ഫാമർ. അപ്പോൾ ഇത്രയും വാക്കുകളാണ് ടീച്ചർ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും വാക്കുകൾ ടീച്ചർ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ഫസ്റ്റ് പേജിൽ എഴുതി വെച്ചു. എന്നിട്ടോ ഫസ്റ്റ് പേജിൽ ആൽഫബറ്റിക് ഓർഡറിൽ ഏതൊക്കെ വാക്കുകളാണോ നമ്മൾ കൊടുത്തത് അപ്പം അതേ ഓർഡറിൽ തന്നെ നമ്മൾ അടുത്ത പേജ് മുതൽ അത് പിക്ചറൈസേഷൻ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് വേർഡ് നമ്മൾ ഏതാണ് എഴുതിയത്? അനൗൺസ്മെന്റ് ആണ് അല്ലേ? സോ അനൗൺസ്മെന്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ അടുത്ത പേജിൽ നല്ല ഭംഗിയായിട്ട് ഉരുട്ടിയൊക്കെ നല്ല കടുത്ത ലെറ്ററിൽ എഴുതാം. എന്നിട്ടോ വേണമെങ്കിൽ കൂട്ടുകാർക്ക് അതിൻ്റെ മലയാളം മീനിങ് കൂടി വേണമെങ്കിൽ കൊടുക്കാം. ശേഷം അനൗൺസ്മെന്റ് എന്ന് പറയുന്ന വാക്ക് മീനിങ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പിക്ചർ എവിടെന്നെങ്കിലും നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ എഴുതിയതിൻ്റെ താഴെ നല്ല വൃത്തിയായിട്ട് പോസ്റ്റ് ചെയ്യാം. ഇവിടെ ഈ പിക്ചർ കണ്ട അനൗൺസ്മെന്റ് ആവുന്ന മനസ്സിലാവില്ലേ? ശേഷം അനൗൺസ്മെന്റ് എന്ന വാക്ക് യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സെന്റൻസും കൂടി, ഒരു ചെറിയ സെന്റൻസ് കൂടി നമ്മൾ ആ പേജിൽ ഉൾപ്പെടുത്തുക. ഇവിടെ എന്താ ടീച്ചർ കൊടുത്തത്? ദ ഹെഡ് മാസ്റ്റർ അനൗൺസ്ഡ് that there will be no class tomorrow. നാളെ ക്ലാസ് ഇല്ലാന്ന് ഹെഡ് മാസ്റ്റർ അനൗൺസ് ചെയ്തു. അനൗൺസ്മെന്റ് ആണ് നമ്മുടെ വാക്ക്. അപ്പം ഇത്രയും ആയി കഴിഞ്ഞാൽ അനൗൺസ്മെന്റിനെ കുറിച്ചുള്ള ഫസ്റ്റ് പിക്ചർ ഡിക്ഷണറിയുടെ ആദ്യത്തെ വേർഡ് കംപ്ലീറ്റ് ആയി. ഇതുപോലെ നമുക്ക് മറ്റു വാക്കുകൾ കൂടി ഒന്ന് നോക്കാം. അടുത്ത വാക്ക് ആൻഷ്യസ്. ആൻഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? ഉത്കണ്ഠ. അപ്പം ഈ കുട്ടിയുടെ പിക്ചർ കണ്ട ആൻഷ്യസ് ആയിരിക്കുന്നത് തോന്നില്ല, ഭയങ്കര ആൻഷ്യസ് ആയിട്ട് നെർവസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പം അതുപോലെ ഒരു പിക്ചർ ഇവിടെ ടീച്ചർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വാക്ക്, ഹി ഈസ് ആൻഷ്യസ് അബൌട്ട് ഹിസ് റിസൾട്ട്. അവൻ്റെ റിസൾട്ടിൽ അവൻ വളരെ ആൻഷ്യസ് ആയി. അപ്പം ആൻഷ്യസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കുമായി. ഇനി അടുത്തത് ബൊക്കേറ്റ്. ബൊക്കേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പൂച്ചെണ്ട്. അപ്പം വളരെ എന്താണ് പൂച്ചെണ്ട് കാണിക്കുന്ന ഒരു പിക്ചർ കണ്ടില്ലേ? പിന്നെ എന്താണ്? ഐ ലൈക്ക് ബൊക്കേറ്റ്, ഇറ്റ് ഈസ് എ ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ബൊക്കേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു സെന്റൻസുമായി. ഇനി നെക്സ്റ്റ് കെയർ. കെയർ എന്ന് വെച്ചാൽ എന്താണ്? ശ്രദ്ധ. കണ്ടോ, ഒരു നല്ല ഭംഗിയിൽ ഒരു കൈ പിടിച്ചൊരു പിക്ചർ കണ്ടാൽ കുറച്ച് കെയർ ഒക്കെ ഫീൽ ചെയ്യില്ലേ? അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക്, വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ ഗ്രാൻഡ് പാരൻസ്. അവിടെ കെയർ എന്ന് പറയുന്ന വാക്കുണ്ട്. നെക്സ്റ്റ് ചിൽഡ്രൻ, കുട്ടികൾ.
അതിൻ്റെ കുട്ടികളുടെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The children are blowing bubble flowers. So children എന്നുള്ള പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. ക്രോപ്സ് എന്ന് വെച്ചാൽ എന്താണ്? വിളകൾ അല്ലേ? അപ്പം ക്രോപ്സിൻ്റെ ഒരു പിക്ചർ. Rice, wheat and maize are examples of crops. അപ്പം സെന്റൻസ് ആയി. നെക്സ്റ്റ് crown എന്ന് വെച്ചാൽ കിരീടം. കിരീടത്തിന്റെ പിക്ചർ കൊടുത്തു. And the sentence, King's crown is very expensive. Next, distribute ചെയ്യാന്ന് വെച്ചാൽ വിതരണം ചെയ്യുക അല്ലേ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പിക്ചർ. Then government distributed free kits for the students. കുട്ടികൾക്ക് ഗവൺമെന്റ് ഫ്രീ കിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതുമായി. ഇനിയോ eager ആകാംക്ഷ, വളരെ ആകാംക്ഷയോടെ ഒരാൾ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുന്നത് കാണുന്നില്ലേ? പിന്നെയോ സ്റ്റുഡൻസ് ഈഗർലി വെയിറ്റഡ് ഫോർ ദെയർ റിസൾട്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ റിസൾട്ട് ഒക്കെ വളരെ ഈഗർലി ആണല്ലോ വെയിറ്റ് ചെയ്യുക അല്ലേ? വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. സെന്റൻസ് ഈസ്. നെക്സ്റ്റ് എർത്തിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എർത്ത് ആസ് എ പ്ലാനറ്റ്. എർത്ത് ഒരു പ്ലാനറ്റ് ആണ്. ദെൻ ഫാർമർ. പിക്ചർ ഈസ് ഹിയർ. ഫാർമർ ഗ്രോസ് ക്രോപ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ടീച്ചർ ഒരു പിക്ചർ ഡിക്ഷണറി തയ്യാറാക്കിയത്. എൻ്റെ കുട്ടികൾ ഇതിനേക്കാളും ഭംഗിയായിട്ട് പിക്ചറുകളും സെൻറ്റൻസുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പിക്ചർ ഡിക്ഷണറി തയ്യാറാക്കുക. ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഓരോ ചാപ്റ്ററും കഴിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ പിക്ചർ ഡിക്ഷണറിയുടെ വലുപ്പവും കൂടി വരണം. ഇങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങളുടെ പുതിയ വാക്കുകളൊന്നും നിങ്ങൾ ഒരിക്കലും പിന്നീട് മറന്നു പോവില്ല. അപ്പോൾ വിക്ടേഴ്സ് ചാനലിൻ്റെ അടുത്ത ആക്ടിവിറ്റി ആയിട്ട് ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ വരും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് thank you.